മേഴ്സി ഫോർ നൺ. അടി എന്ന് പറഞ്ഞ പോലെ നല്ല കിഡിലൻ അടി, ജോൺ വിക്ക് മോഡൽ ഐറ്റം. ആ ഒരു സെയിം ജോണർ ടൈപ്പ് സാധനം തന്നെയാണ് മെഴ്സി ഫോർ നൺ എന്ന് പറയുന്നത്. ഇതിലെ മെയിൻ ലീഡ് ആക്ടർ പുള്ളി തന്നെയാണ് ഇതിലെ ഏറ്റവും അടിപൊളി എന്ന് പറയാം. കാരണം പുള്ളിയുടെ ആ ഒരു സ്ക്രീൻ പ്രസൻസ് എന്ന് പറഞ്ഞാൽ ഒരു 100+ ഔറ അതുപോലെയാണ് സംഭവം. അത്രയും കിടുവായിട്ടാണ് പുള്ളി ഇത് ചെയ്തു വെച്ചേക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ടത് ഇതിന്റെ ആക്ഷൻ സീക്വൻസ് എല്ലാം എടുത്തു വെച്ചേക്കുന്ന അത്ര കിടലായിട്ടാണ്. ടോട്ടൽ 6 എപ്പിസോഡുള്ള വെറും 42 മിനിറ്റ് ഡ്യൂറേഷൻ വരുന്ന നെറ്റ്ഫ്ലിക്സിൽ ഇറങ്ങിയിരിക്കുന്ന K-ഡ്രാമയാണ് ഇതെന്ന് പറയുന്നത്. ഓൾസോ ടെലി ഫയൽസ് അവൈലബിൾ ആണ് ആൻഡ് മൾട്ടിപ്പിൾ ഓഡിയോ ലാംഗ്വേജ് കൂടെ ഉണ്ട് ഇതിന്. അപ്പോൾ ഇതിലെ സ്റ്റോറി എന്ന് പറഞ്ഞാൽ നമ്മുടെ ജോൺ വിക്ക് പോലെ തന്നെ ഇതിലും നമ്മുടെ മെയിൻ നായകൻ ഒരു റാംപേജ് ആയിട്ടുള്ള ഒരു കില്ലിംഗ് സ്പ്രീയിൽ പോവാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് കാരണം ആളുടെ അനിയനെ കുറച്ച് പേര് കൊല്ലുന്നു. അപ്പോൾ അതിന് കാരണം അന്വേഷിച്ച് അതാരാണ് അതിന് കാരണക്കാരെന്നനുസരിച്ച് അയാളെ കൊല്ലാൻ വേണ്ടി പോകുന്ന രീതിയിലാണ് സ്റ്റോറി പോകുന്നത്. വേറെ ഇതൊന്നുമില്ല, പേര് പോലെ തന്നെ നോ മേഴ്സി എന്ന് പറഞ്ഞ സംഭവം തന്നെ. ഇതിലേക്ക് ഒരുപാട് എന്ന് പറഞ്ഞാൽ കുറേ പ്ലോട്ട് ലൈൻസും അങ്ങോട്ടും ഇങ്ങോട്ടും സബ് സ്റ്റോറിയും എല്ലാം പോകാനുള്ള ഒരു ഇതുണ്ട്, പൊട്ടൻഷ്യലുള്ള ഒരു സീരീസ് ആയിരുന്നു. അതായത് വേറെ കഥയും അല്ലെങ്കിൽ ബാക്ക് സ്റ്റോറി കുറേ കാര്യങ്ങളൊക്കെ പറയാനുള്ള ഒരു ഇതുണ്ടായിരുന്നിട്ട് കൂടി വളരെ ഇതായിട്ട് ഫാസ്റ്റ് പേസ്ഡായിട്ട് യാതൊരുവിധ ലാഗും ഇല്ലാതെ പേരിനോട് 100% നീതി പുലർത്തിയ ഒരു സീരീസാണ് നോ മേഴ്സി എന്ന് പറയുന്നത്. കാരണം ഫുള്ള് ആക്ഷൻ ആ സംഭവം തന്നെ, അടിയോട് അടി എന്ന് പറഞ്ഞ സംഭവം. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ എൻഗേജിങ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. നമുക്ക് ഡോൺ ലെനനൊക്കെ ഇടിക്കുന്ന ഇടിയുടെ ഒരു പഞ്ച് ഉണ്ടല്ലോ, ആ പഞ്ച് ഇതിനകത്ത് മെയിൻ ക്യാരക്ടർ അടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെയുള്ള ഒരു ടൈപ്പ് ഓഫ് ആക്ഷനാണ് പുള്ളിയുടെ സ്റ്റൈൽ എന്ന് പറയുന്നത്. ആൻഡ് വേറെ ഒന്നും നോക്കാനില്ല, പ്യുവർ അഡ്രിനാലിൻ റഷ് ആയിട്ടുള്ളൊരു സാധനം കാണാൻ അല്ലെങ്കിൽ ഫുൾ ഫൈറ്റ് സീൻ ഉള്ളൊരു സംഭവം നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ലിറ്ററലി ഇതിൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞൊരു കില്ലിംഗ് മെഷീൻ എന്ന് തന്നെ പറയാം. അത്രയും ബാലൻസ്ഡ് ആയിട്ട് സൂപ്പർ ഹ്യൂമൻ ആയിട്ടുള്ള സംഭവം ഒന്നും കാണിക്കുന്നില്ലെങ്കിൽ കൂടി ചെറിയ രീതിയിൽ ആ ഒരു ആക്ഷൻ പടത്തിന് എന്താണ് വേണ്ടത് ആ ഒരു രീതിയിൽ ഇത് ചെയ്തിട്ട് ഈ ഒരു സീരീസ് ചെയ്തിട്ടുണ്ട്. ഫ്ലോലെസ് ആണെന്ന് തന്നെ പറയാം. അത്യാവശ്യം കാണുന്ന എല്ലാവരെയും എൻ്റർടൈൻ ചെയ്യിക്കാൻ കഴിയുന്ന ഒരു സീരീസ്.